ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന പുസ്തകം എഴുതിയ ആൾ, പുസ്തകത്തിൻ്റെ പേര് ആഗണി ഓഫ് ഇറോസ് എന്നാണ്. ഇത് എഴുതിയ ആളുടെ പേര് ബ്യൂൻ ചൂൾ ഹാങ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്ത, ജർമ്മനാണ്, ജർമ്മൻ ഭാഷയാണ് സെക്കൻഡ് ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ് കൊറിയനുമാണ്. ജർമ്മനിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഫിലോസഫറാണ്. അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു 2 വർഷം മുമ്പ് ഞാനൊരു കോർപ്പറേറ്റ് ഒരു എൻ്റർപ്രൈസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബേൺ ഔട്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബേൺ ഔട്ട് സൊസൈറ്റി. അപ്പോൾ അതെനിക്ക് ഈ വർക്കിൻ്റെ ബേൺ ഔട്ടുമായി ബന്ധപ്പെട്ടിട്ട് ആ ടൈറ്റിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ ആ പുസ്തകം ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഫിലോസഫി, മെയിൻലി അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് സെൻ ബുദ്ധിസമാണ്. സെൻ ബുദ്ധിസം, അതുപോലെ ഹെഗൽ, നീഷെ, ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ. അപ്പോൾ അങ്ങനെയാണ് ആ പുസ്തകം എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. പിന്നെ ഞാനത് മറന്നുപോയി. അതിൽ ബേൺ ഔട്ട് സൊസൈറ്റിയിൽ പൊതുവെ പറയുന്നത് ഈ അച്ചീവ്മെൻറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അത് പരമാവധി ഇങ്ങനെ നേടുക. സൊസൈറ്റിയിൽ ഇന്ന് നമ്മളുടെ ഒരു മാർക്കർ എന്ന് പറയുന്നത് ഈ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ ഈ അച്ചീവ്മെൻറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതെങ്ങനെയാണ് എസെൻഷ്യലി ബേൺ ഔട്ടിലേക്ക് ചെല്ലുന്നത്, ഡിപ്രഷൻ എന്താണ്, ഇങ്ങനെ ഈ ഫിലോസഫിയിൽ പണ്ട് ഉള്ള ഫിലോസഫീനേക്കാളും ഇപ്പോൾ കുറേയൊക്കെ ഒരു യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി പല യൂണിവേഴ്സിറ്റികളിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കീറോൺ സത്യാക്ക് അങ്ങനെ. അതായത് പണ്ട് ഒരു വളരെ അബ്സ്ട്രാക്റ്റായ ഒരു കൺസെപ്റ്റായിരിക്കും പറയുന്ന ഫിലോസഫി. ഇപ്പോൾ ഹെഗലാണെങ്കിൽ ഹെഗലിൻ്റെയോ കാൻറ്റിൻ്റെയോ ഒക്കെ ചിന്ത എടുക്കുകയാണെങ്കിൽ വളരെ അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അവർ എക്സാമ്പിൾസ് വളരെ കുറവായിരിക്കും. എന്നാൽ പുതിയ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടും വെസ്റ്റിൽ ഈ ഹ്യൂമാനിറ്റീസ് ഫണ്ടിങ് കുറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ കൂടി ആളുകൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഫിലോസഫിയുടെ കരിക്കുലം മാറുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ ഗെയിമായിരിക്കും, എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, സ്ലീപ്പിംഗ് ആയിരിക്കും. സ്ലീപ്പിംഗ് ആൻഡ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കൊല്ലത്തെ കോഴ്സ് ഉണ്ടാവും. അങ്ങനെ അത് അത്ര നല്ല ഒരു സാധനമല്ല, എങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീച്ചും ഫിലോസഫിയും തമ്മിൽ മെർജ് ചെയ്യുന്ന ഒരു പോയിന്റിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നൗഷാദ് ഈ ആഗണി ഓഫ് ഇറോസ് എന്ന് പറയുന്ന പുസ്തകം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും ഒരു അട്രാക്റ്റീവാണ്. എൻ്റെ ഹെഡിങ് അതിൻ്റെ ടൈറ്റിൽ വളരെ ക്യാച്ചിയാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവൻ്റെ ദുഃഖം എന്നാണ് ഈ ആഗണി ഓഫ് ഇറോസ് എന്ന് പറയുന്നത്. അഗണി എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ, ഇറോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ നമ്മൾ ക്യുപ്പിഡ് എന്ന് പറയുന്ന ആളുടെ ഗ്രീക്ക് ഭാഷയിലുള്ള പേരാണ് ഇറോസ്. അപ്പോൾ ഇത്രയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഓഥറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലൊരു ലാർജർ ഫ്രെയിം വർക്ക് ഉണ്ട്. അതൊരു സൂഫി കഥയാണ്. മൻസൂർ ഹല്ലാജിനെ ആയിട്ട് പരാമർശിച്ചുകൊണ്ട് പറയുന്നൊരു കഥ. ഒരു സൂഫി അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു ശിഷ്യൻ അവിടെ വരികയും വാതിലിൽ മുട്ടുകയും ചെയ്യുന്നു. അപ്പോൾ സൂഫി ചോദിച്ചു, ആരാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇത് അങ്ങയുടെ ശിഷ്യനാണ്, ഞാനാണെന്ന് പറഞ്ഞു. നീ പൊയ്ക്കോളാൻ പറഞ്ഞു, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നു, മുട്ടി, ആരാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ശിഷ്യനാണ്, ഇല്ല നീ പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ മൂന്നാമത് വന്നപ്പോഴാണ് ചോദിച്ചു, ആരാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് അങ്ങ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് ഈ യു ആൻഡ് ഐ എന്ന് പറയുന്ന ഡിഫറൻസ്, ഞാൻ നീ എന്ന് പറയുന്ന ഡിഫറൻസ് ഇല്ല. ആ ഒരു ബൈനറിയുടെ വെളിയിലാണ് നമ്മൾ തമ്മിലുള്ള അനുരാഗം നിലനിൽക്കുന്നത് എന്ന് പറയുന്ന
ഒരു ആ അറിവിലേക്ക് ശിഷ്യൻ ഉണർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്നു. ശിഷ്യന് ഗുരു അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുന്നു. ഇതിനെ പറയുന്നത് പ്ലാറ്റോണിക് ലവ് എന്നാണ് വെസ്റ്റേൺ ഇതിൽ പറയുന്നത്. മീൻസ് ഈ പ്ലാറ്റോയിൽ നിന്നാണ് പൊതുവെ നമ്മൾ ഈ പറയുന്ന നിയോ പ്ലാറ്റോണിസം ആ ഐഡിയ വരുന്നത്. അതാണ്. അതായത് ഈ ബൈനറികളില്ല, ഞാൻ നീ എന്ന് പറയുന്ന ബൈനറികളില്ല. ആ ബൈനറികളില്ലാത്ത ഒരു ലവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇറോസിൽ വരുമ്പോൾ സാധാരണ പൊതുവെ പറയുന്നത് അതിനെ നമ്മൾ ഈ വിശുദ്ധ അനുരാഗമല്ല, കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സെൻറ്റേഡാണ്. മറ്റേതിൽ ബോഡി ഇല്ല. ബോഡി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ദ്വന്ദ്ം വരുന്നത്, സെൻസ് ഓഫ് ടു വരുന്നത് ബോഡി വരുമ്പോഴാണ്. അതിലേക്ക് വരാം. ഈ ബോഡി സെൻറ്റേഡായിട്ടുള്ള ലവ് എന്ന് പറയുന്നത് ഇറോസ് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചിട്ടുള്ള അതിൽ നിന്നാണ് ഇറോട്ടിക് വരുന്നത്. ഇറോട്ടിക് അത് ഗ്രീക്ക് മിത്തോളജിയിൽ ഇറോസിൻ്റെ കഥ വളരെ ഒരു അലിഗറി ആയിട്ട് പറയാറുണ്ട്. അത് ഇത്രയാണ്. അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടായിരുന്നു. ആ ദേവതയുടെ മകനാണ് ഇറോസ്. അപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദേവതയാണ് അഫ്രോഡൈറ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൈക്കി എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചിട്ട് അഫ്രോഡൈറ്റ് കേൾക്കാനിടയായി. സൈക്കി എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ് നമ്മുടെ ഇന്നത്തെ അതാണ് സൈക്കോളജി. അപ്പോൾ സൈക്കി ആണെങ്കിൽ അപാര സൗന്ദര്യത്തിൻ്റെ ഉടമയാണ്. എല്ലാവരും സൈക്കീനെ കുറിച്ച് പാട്ട് പാടുന്നു, സൈക്കീനെ കുറിച്ചിട്ട് കവിത എഴുതുന്നു. അഫ്രോഡൈറ്റിൻ്റെ അമ്പലത്തിലേക്ക് വരുന്നവരെല്ലാം സൈക്കിയുടെ പുറകെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് അഫ്രോഡൈറ്റിന് വിഷമുണ്ടാക്കി. അപ്പോൾ അഫ്രോഡൈറ്റ് മകനായ ഇറോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൾക്ക് ഒരു വിരൂപനായ ഒരാളെ കൊണ്ട് പ്രണയം, അതായത് ഇറോസിന് അമ്പുണ്ട്. ഈ അമ്പ് വെച്ചിട്ട് അത് നമ്മുടെ കാമബാണം എന്ന് പറയുന്നത് കുപ്പിഡിൻ്റെ ആരോസ്. ആ ആരോസ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ രണ്ടുപേരെ തമ്മിൽ ചേർക്കാനുള്ള വിദ്യ ഇറോസിനറിയാം. അങ്ങനെ ഇറോസിനെ പറഞ്ഞയക്കണം. സൈക്കി വളരെ സുന്ദരിയാണെങ്കിലും സൈക്കിക്കൊരു പ്രോബ്ലം ഉള്ളത്, സൈക്കിനെ ആരും കല്യാണം കഴിക്കുന്നില്ല. അതിൻ്റെ കാരണം ടു ബ്യൂട്ടിഫുൾ ടു ഫാൾ ഇൻ ലവ് എന്ന് പറയുന്ന ഒരിത്. അതായത് അത്രയും സൗന്ദര്യമാണ്. അതുകൊണ്ട് ഈ സിൻഫുള്ളായ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാണ് എന്ന് എല്ലാവരും സൈക്കിനെ കാണുമ്പോൾ തോന്നുകയാണ്. അങ്ങനെ സൈക്കി ശരിക്കും പറഞ്ഞാൽ ഏകാന്ത ആണ്. അങ്ങനെ ഏകാന്തയായ ഇത് ശരിക്കും പറഞ്ഞാൽ അലിഗറിയാണ്. അലിഗറി എന്ന് പറഞ്ഞാൽ ഈ കഥയ്ക്കൊക്കെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ല, ഇതിനൊരു തീമാണുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. ആ മനസ്സ് എപ്പോഴും ലോൺലി ആയിരിക്കും. മനസ്സ് എന്തിനു വേണ്ടി ആ ലോൺലിനെസ്സിൽ ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെ ആ മനസ്സിലേക്ക് ഇറോസ് വരികയാണ്. ഇറോസ് വന്നിട്ട് ഇറോസിൻ്റെ അമ്മ ഏൽപ്പിച്ച പണി വേറൊരാളെ, ഒരു വിരൂപനായ ഒരാളെ കൊണ്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനാണ്. പക്ഷേ ഇവളെ കാണുന്ന മാത്രയിൽ ഇറോസിന് സ്വന്തം അമ്പേറ്റിട്ട് അതിനോട് അനുരാഗം വരികയാണ്. അങ്ങനെ കഥ ഇങ്ങനെ പോകുന്നു. ഒരു ലോങ്ങായ സ്റ്റോറിയാണ്, അത് ചുരുക്കി പറയാം. സൈക്കി ദൈവത്തോട് പറയുന്നു, എനിക്കൊരു കൂട്ടാളിനെ വേണം. അങ്ങനെ ദൈവം പറയുന്നു, നിനക്ക് മുഖം കാണാൻ പറ്റാത്ത ആളുമായിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ച് തരാം. നീ ഒരു മലയുടെ മേളിൽ പോയി നിൽക്കാൻ പറയുകയാണ്. ആ മലയുടെ മേളിൽ പോയി നിൽക്കുമ്പോൾ ഇവൾ ഒരു വലിയ കൊട്ടാരത്തിൽ എത്തിപ്പെടുന്നു. ഒരു കഴുകം കൊണ്ടുവന്ന് അവിടെ ആക്കുന്നു. അവിടെ ഇവളുടെ എല്ലാ സുഖസൗകര്യങ്ങളോട് കൂടിയ ജീവിതം. എന്നാൽ ഇവൾക്കൊരു ഭർത്താവുണ്ട്, പക്ഷേ ഷീ ഈസ് നോട്ട് അലൗഡ് ടു സീ ഹിസ് ഫേസ്. ഇതാണ് എൻ്റെ ഇത്. അപ്പോൾ അവിടേക്ക് സൈക്കിയുടെ സിസ്റ്റേഴ്സ് വരുന്നു. സിസ്റ്റേഴ്സ് വേറെ രാജാക്കന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയ ആളുകളാണ്. അവർ വരുമ്പോൾ അവർക്ക് ചെറിയ അസൂയ തോന്നുന്നു. അപ്പോൾ അവർ അവസാനം സൈക്കിനോട് പറയും, നീ
എത്രയൊക്കെ സുഖമാണെന്ന് കരുതിയാലും നിൻ്റെ കൂടെ ജീവിക്കുന്ന ആളുടെ ഫേസ് നിനക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അത് നീ ഒന്ന് കണ്ടു നോക്കി, അതിലെന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ അന്ന് രാത്രി സൈക്കി പോയിട്ട് ഉറങ്ങുന്ന ഭർത്താവിൻ്റെ മുഖത്ത് നിന്ന് ഇത് മാറ്റി നോക്കുമ്പോൾ നമ്മുടെ അഫ്രഡൈറ്റിൻ്റെ മകനായ ഇറോസാണ് അവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സൗന്ദര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഇറോസിൻ്റെ അസ്ത്രം സൈക്കിക്കും ഏൽക്കുന്നു. സൈക്കിയുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കിൽ നിന്ന് ഇത് മെഴുകുതിരിയിൽ നിന്ന് മെഴുക് വീണിട്ട് പൊള്ളലേറ്റ് സൈക്കി എഴുന്നേൽക്കുന്നു. തൻ്റെ മുഖം കണ്ടതിൻ്റെ ദേഷ്യത്തിൽ സൈക്കി ഇറോസിനെ വിട്ടു പോകുന്നു. വീണ്ടും ഏകാന്തതയിൽ ജീവിക്കേണ്ടി വരുന്നു. അങ്ങനെ കുറേ പരീക്ഷണങ്ങൾക്ക് ഇടയിൽ ഇവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു. ആ ഒന്നിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നൊരു പാഠം, കുറേ ട്രിബുലേഷൻസും ട്രയൽസും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇതിലൊന്നുമല്ല അർത്ഥം. ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ലവ് ഉണ്ടെന്നും ആ ലവിലേക്ക് മാറുക, അതായത് ഒരു മിസ്റ്റിക്കൽ, നമ്മൾ ആദ്യം പറഞ്ഞ കഥയിൽ എത്തുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് രണ്ടുപേരെത്തുന്നതിന് മുമ്പ് നമ്മളുടെ ഈ നിത്യജീവിതമാകുന്ന വ്യവഹാരത്തിൽ ഇതുപോലെയുള്ളൊരു നമ്മുടെ മനസ്സിൽ ഇറോസ് വന്നിട്ട് ധാരാളം ട്രിബുലേഷൻസും സാഡ്നെസ്സും അൺഹാപ്പിനെസ്സും ഒക്കെ കടന്നു പോകേണ്ട ഒരു ഇതാണെന്നാണ് ഈ മൊത്തത്തിൽ ഈ കഥ പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഇറോസിനെ കുറിച്ചിട്ടാണ് ഈ പുസ്തകം, ആഗണി ഓഫ് ഇറോസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളുടെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വേർഡാണ് ഈ ഇറോട്ടിക് എന്ന് പറയുന്നത്. ഇറോട്ടിക് എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഇറോട്ടിക് ഫിക്ഷൻ, ഇറോട്ടിക് അപ്പീൽ, അത് വളരെ ബോഡി സെൻറ്റേർഡായിട്ടുള്ള ഒരു ഫിനോമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറോട്ടിക് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പിന്നെ അതേ സമയം ഇപ്പോൾ സൂഫികളുടെ കുറേ വർക്ക്, ഇപ്പോൾ സൂഫി നറേറ്റീവ്സ് ഓഫ് ഇൻറ്റിമസി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് സാദിയ ഷെയ്ഖിൻ്റെ. അതിനകത്തുള്ളൊരു മെയിൻ പോയിൻ്റ് ഇറോട്ടിക്കിനെ കുറിച്ചിട്ടാണ്. ഇറോട്ടിക്കിനെ കുറിച്ചിട്ട് ഇബ്നു അറബി എന്താണോ പറഞ്ഞത് അതിൻ്റെ തന്നെ ഒരു ഒരു കമൻ്ററി ആയിട്ടാണ് നമ്മൾ ഈ പുസ്തകം വായിക്കുന്നത്. ഇതിൽ ഇദ്ദേഹം പറയുന്നൊരു പോയിൻ്റ്, ഇന്ന് ആരും അങ്ങനെ ഇറോട്ടിക്കായിട്ട് പ്രണയിക്കുന്നില്ല എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പ്രിമൈസ്. എന്തുകൊണ്ടായിരിക്കും ആരും അങ്ങനെ ഇറോട്ടിക്കായിട്ട് പ്രണയിക്കാത്തത്? അതിന് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നൊരു എക്സാമ്പിൾ, ഒരു കാരണം, റീസൺ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ടു മെനി ഓപ്ഷൻസ് ആർ ദെയർ. മീൻസ് പണ്ട് കാലത്ത് രണ്ടുപേർ പ്രണയിക്കണമെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടാവണോ ആ കഷ്ടപ്പാടുകൾ ഇന്നില്ല. മീൻസ് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഒന്ന് പിണങ്ങിയാൽ പിരിയാവുന്നത്രയും ലോകം ചെറുതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലത്ത് ശരിക്കും ആക്ച്വൽ ഇറോട്ടിക് ലവിന് സാധ്യതയില്ല എന്നാണ് പല സോഷ്യോളജിസ്റ്റുകളുടെയും വിലയിരുത്തൽ. ഇദ്ദേഹം പറയുന്ന പോയിൻ്റ് അതല്ല. ഇദ്ദേഹം പറയുന്നത് ഇന്ന് ഈ ക്രൈസിസ് ഓഫ് ഇറോസ് എന്നാണ് അതിനെ ഇദ്ദേഹം വിളിക്കുന്നത്. ഈ ക്രൈസിസ് ഓഫ് ഇറോസിന് കാരണം ഒരുപാട് അതേഴ്സ് ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഇറോഷൻ ഓഫ് അതർ എന്ന് പറയുന്നതുണ്ട്. ഇന്ന് അതർ ഇല്ല എന്നാണ് പറയുന്നത്. അതർ എന്ന് പറയുന്നതില്ല. ഒരുപാട് അതർ ഉണ്ടെന്നുള്ളതല്ല, ഒരു അപരനില്ല, സ്നേഹിക്കാനുള്ള ഒരു അപരനില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിലാദ്യം പറഞ്ഞ ഈ ബേൺ ഔട്ട് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത, അത് ഭയങ്കര നാർസിസിസ്റ്റിക് സൊസൈറ്റിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. നാർസിസസ് എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഈ നാർസിസസ് എല്ലാ ദിവസവും മലയുടെ മുകളിൽ മെഡിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ദൈവവും ഞാനും ഒന്നാണ് എന്ന് പറയുന്ന ഒരു സത്യത്തിൽ എപ്പോഴും നിൽക്കുന്ന നാർസിസസ് ഒരു ദിവസം മുഖം കഴുകാനായിട്ട് നദിയിൽ വരികയും നദിയിൽ സ്വന്തം ഫേസ് ആദ്യമായി കാണുകയും അതിനോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുകയും പിറ്റേ ദിവസം മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫേസിനെ കുറിച്ചിട്ട് ഓർമ്മ വരികയും വീണ്ടും പോവുകയും ആ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഈ
നദിയുടെ റിഫ്ലക്ഷനിൽ കണ്ട ഫേസിനോട് ഒബ്സഷൻ വന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ മറന്നുപോയ ആളാണ് നാർസിസിസ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ നാർസിസിസം വരുന്നത്. നാർസിസിസത്തിന് പൊതുവെ പറയുന്നത് സെൽഫ് ലവ് എന്നാണെങ്കിലും ഇദ്ദേഹം പറയുന്നത് സെൽഫ് ലവ് അല്ല, ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് വിത്ഡ്രോയലാണ്. അപ്പോൾ ആ സെൽഫ് വിത്ഡ്രോയലിൽ ഒരു ഒബ്സസീവായിട്ടുള്ള ഒരു സെൽഫ് വിത്ഡ്രോയലാണ്. ഇപ്പം നമ്മളുടെ ഒരു സെൽഫി കൾച്ചറിൽ നമ്മൾ പല ആളുകളെയും വിളിച്ചിട്ട് നമ്മളിങ്ങനെ സെൽഫി എടുക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൽ വരുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ കൂടെ നിൽക്കുന്നതെല്ലാം എന്നെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്ട്സാണ്. അതാണ് നാർസിസിസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ അത്രത്തോളം ഒരു സെൽഫിലേക്ക് ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്പ് ചെയ്ത സൊസൈറ്റി നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് അച്ചീവ്മെൻ്റാണ്. യു അച്ചീവ് മോർ. അങ്ങനെയുള്ള ഒരു റിവാർഡ് സിസ്റ്റം മോഡേൺ നിയോ ലിബറൽ ക്യാപിറ്റലിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടുന്നു. അപ്പോൾ വീണ്ടും അച്ചീവ്മെൻറ്റിലേക്ക് പോകുന്നു. പിന്നെ നമുക്ക് വീണ്ടും പ്രൊമോ ഉണ്ടാക്കേണ്ടി വരുന്നു. വീണ്ടും സെൽഫ് പ്രൊമോഷൻ്റെ സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുന്നു. ഇങ്ങനെ ഈ സെൽഫിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതറിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല. അതർ തന്നെ ഈ സെൽഫിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതിന് അദ്ദേഹം പറയുന്നൊരു പേര് അതറിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതർ അറ്റോപ്പിക് ആണെന്നാണ് പറയുന്നത്. ടോപ്പോളജി എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ് അർത്ഥം. ടോപ്പോസ് എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ്. ഗ്രീസിലെ അതിൻ്റെ അർത്ഥം ടോപ്പോസ് ഉണ്ട്, ക്രോണോസ് ഉണ്ട്. ക്രോണോസ് എന്ന് പറഞ്ഞ കാലം, ടോപ്പോസ് എന്ന് പറഞ്ഞ സ്ഥലം. അതിൽ നിന്നാണ് ഉറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ ഐഡിയൽ പ്ലേസ്. ഹീട്രോടോപ്പിയ എന്ന് പറഞ്ഞാൽ എ പ്ലേസ് ഓഫ് മെനി ഡിഫറൻസസ്. ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയനെ കുറിച്ചിട്ട് പറയാറുണ്ട്, അത് ഹീട്രോടോപ്പിയാണ്. മീൻസ് അവിടെ ഡിഫറൻസുകളുണ്ട്. മന്തി എന്ന് പറയുന്നത് പല 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 മന്തികൾ കിട്ടും. അതുകൊണ്ടാണ് ഹീട്രോടോപ്പിയാണ് എന്ന് പറയുന്നത്. അറ്റോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമില്ലാത്തവൻ എന്നാണ്, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തവനാണ് അതർ. അതറിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അതറിനെ മനസ്സിലാവില്ല. നമ്മളൊരാളെ മനസ്സിലാക്കുന്നത് സെയിംനെസ്, സിമിലാരിറ്റി വെച്ചിട്ടാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു അപരിചിതൻ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അയാൾക്ക് നമ്മളുമായിട്ടുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നോക്കുക. ഈ ഡിഫറൻസുകളല്ല നോക്കുക, സിമിലാരിറ്റീസ്. അയാളെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മോഡേൺ കോൺഷ്യസ്നെസ് ആദ്യം ശ്രദ്ധിക്കുക. അത് വേറെ തരത്തിൽ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ സർവൈലൻസിൻ്റെ വളരെ മീനിയേച്ചറായൊരു സർവൈലൻസാണ്. എങ്ങനെയാണ് സെയിംനെസ് വരുന്നത്? പക്ഷേ അതറിൻ്റെ മൗലികത എന്ന് പറയുന്നത് സെയിംനെസ് അല്ല. അതറിൻ്റെ മൗലികത ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അതറിൻ്റെ ഡിഫറൻസാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രേമിക്കുന്ന രണ്ട് പേര് ശരിക്കും അയാളായിരിക്കും പ്രേമിക്കുന്നത്. ആ പ്രേമിക്കുന്ന അയാളെ പ്രേമിക്കുന്നത് അതിൻ്റെ ഒരു പ്രൊജക്ഷനാണ് വേറെ ഒരു ബോഡിയിലേക്ക് വരുന്നത്. അതാണ് സെയിംനെസ്സാണ് അതിലേക്ക് വർക്ക് ചെയ്യുന്നത്, അതറിൻ്റെ ഡിഫറൻസ് അല്ല. അതുകൊണ്ടാണ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതർ വരാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഡിവോഴ്സ് നടക്കുന്നത്, ബ്രേക്കപ്പ് നടക്കുന്നത്, അല്ലെങ്കിൽ വലിയ കലാപങ്ങളുണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും എന്താ പറയുക, ഈ അറ്റോപ്പിയ എന്ന് പറയുന്നത് അതറിൻ്റെ ഫീച്ചറാണ്, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ വരും. അതിലൊരു പ്രശ്നമാണ് മെലൻകളി. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് മെലൻകളി എന്നാണ്. മെലൻകോളിയ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിൽ ലാർസ് വോൺ ട്രയർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലിം മേക്കറിൻ്റെ ഒരു കുറച്ചൊരു ഹൊറർ പശ്ചാത്തലമുള്ള സൈക്കോളജിക്കൽ ഹൊറർ എന്നൊക്കെ പറയുന്ന ഒരു ഫിലിമാണ് മെലൻകോളിയ. ഇതിൽ പറയുന്നത് ഈ മെലൻകോളിയ ഇതുപോലെ സെൽഫ് ഒബ്സസ്ഡ് ആയിരിക്കുന്ന ഒരു ലേഡിയാണ്.
അവളുടെ വീട്ടിലേക്ക് അവളുടെ സിസ്റ്റർ കടന്നു വരുന്നു. ഈ സിസ്റ്റർ കടന്നു വരുമ്പോൾ അന്നത്തെ ദിവസം സിസ്റ്ററിനോട് ഇവൾക്ക് ദേഷ്യമാണ്. ഈ ഒരു കാരണവശാലും സിസ്റ്ററിന് മനസ്സിലാവുന്നില്ല. അപ്പം അന്നത്തെ ദിവസം മെലൻകോളിയ എന്ന് പറയുന്നൊരു സ്റ്റാർ, ആ സ്റ്റാർ ഉദിക്കുമ്പോഴാണ് അവൾക്ക് സിസ്റ്റർ എന്ന് പറയുന്ന ആ ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നതും അവളോട് ഇഷ്ടം വരുന്നതെന്നാണ്. അപ്പം നമുക്ക് ഒരു മെലൻകളി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രണയം ഉണ്ടാവുക. പ്രണയത്തിൻ്റെ ഒരു കോൺസിക്വൻസാണ് മെലൻകളി. അതിൽ നമ്മൾ മലയാളത്തിലൊരു വേർഡുണ്ട്, നിർവേദം എന്നാണ് അതിൻ്റെ അർത്ഥം. നിർവേദം, ഒരു സിനിമയുണ്ട് രതി നിർവേദം എന്ന് പറഞ്ഞിട്ട്. ഈ നിർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേദം എന്ന് പറയുന്ന വേർഡുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ നോ എന്നാണ്, ടു നോ, ടു ഫീൽ. നിർവേദം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫീലിംഗ്, വിത്തൗട്ട് നോളജ് എന്നാണ്. അതായത് നമുക്കൊരു പ്രണയിക്കുന്ന ഒരാൾ മിസ്സായി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിവോ ഫീലിങ്ങോ ഇല്ലാത്ത ഒരു വേർപാടിൻ്റെ ശൂന്യതയിൽ നിന്ന് വരുന്ന ഒരു ദുഃഖം, അതിനെയാണ് നിർവേദം എന്ന് പറയുന്നത്. ആ പ്രണയത്തിൻ്റെ പാരമ്യതയിൽ വരുന്ന സെപ്പറേഷൻ കൊണ്ടുവരുന്ന ഒരു ഫീലിംഗാണ് നിർവേദം. ഈ നിർവേദം ഈസ് എ ടെമ്പററി, നോട്ട് ടെമ്പററി, ഇറ്റ് ഈസ് എ വൈറ്റൽ എലമെൻറ്റ് ഓഫ് ലവ് ദാറ്റ് മേക്സ് ലവ് ഹാപ്പൻ ആക്ച്വലി. പക്ഷേ ഈ മോഡേൺ അച്ചീവ്മെൻറ്റ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്ന് വളരെ അസ്വസ്ഥതയായിട്ട് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ബോർഡമാണ്, മുഷിച്ചിൽ, വിരസത. നമ്മൾ ബോർഡത്തിനെ ഒരു നല്ല സമയമായിട്ടല്ല കാണുന്നത്. അതായത് പെട്ടെന്ന് ഒരു ക്യുക്കായിട്ട് നമുക്ക് ഒരു ഡൊപ്പാമിൻ തരുന്ന, ക്യുക്ക് റിലീഫ് തരുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേസമയം പ്രണയം സംഭവിക്കുന്നത് ഈ ഒരു നിർവേദപരമായിട്ടുള്ള വളരെ മുഷിച്ചിലുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് പ്രണയം ഉണ്ടാകുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു അൺപ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്, അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ട്. നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല കാണേണ്ടത്, അതറിൻ്റെ നെഗറ്റീവായ കാര്യങ്ങളാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെഗേറ്റ് ചെയ്യുന്നതാണ്. നാർസിസിസത്തിനെ നെഗേറ്റ് ചെയ്യുന്ന എലമെൻറ്റുകൾ. നമ്മളിലേക്ക് മറ്റൊരു അതറിനെ വലിച്ചെടുപ്പിക്കാൻ കഴിയാത്തത്രയും അതറിൻ്റെ ഒരു നെഗേറ്റീവ് എലമെൻറ്റിനെയാണ് നമ്മൾ ഈ ലവിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ആയിട്ട് ഇദ്ദേഹം പറയുന്നത് ഈ ഓട്ടോ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു നിയോ ലിബറലിസം ഉണ്ടാക്കുന്നത് ഓട്ടോ എക്സ്പ്ലോയിറ്റേഷനാണ്. രണ്ട് തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ഒന്ന് അല്ലോ എക്സ്പ്ലോയിറ്റേഷനും രണ്ടാമത്തേത് ഓട്ടോ എക്സ്പ്ലോയിറ്റേഷൻ. അല്ലോ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റിംഗ് ദ അതർ, അപരനെ ചൂഷണം ചെയ്യുക. ഓട്ടോ എക്സ്പ്ലോയിറ്റേഷൻ, ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നതൊക്കെ പോലെ അതാണ് ഓട്ടോ. അവനവനെ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ചൂഷണം ചെയ്യുക, അവളെ ചൂഷണം ചെയ്യുക, അവരവരെ ചൂഷണം ചെയ്യുക, അതാണ് ഓട്ടോ എക്സ്പ്ലോയിറ്റേഷൻ. അതിൽ അദ്ദേഹം മിഷേൽ ഫൂക്കോനെ ഉദ്ധരിക്കുന്നുണ്ട്. മിഷേൽ ഫൂക്കോ പറയുന്നത്, മിഷേൽ ഫൂക്കോയുടെ കൺസെപ്റ്റ് ഈ ഓട്ടോ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നൊരു നല്ല കാര്യമാണ്. കാരണം അത് നമ്മളെ ഫ്രീ ആക്കുന്നുണ്ട്, ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്വതന്ത്രമാക്കി വിടാൻ അനുവദിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്ന ഒരു പോയിൻ്റ്, അത് ഫൂക്കോ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഈ ഓട്ടോ എക്സ്പ്ലോയിറ്റേഷന് തീരെ സ്വാധീനം കൊടുത്തിട്ടില്ല, അത് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എപ്പോഴും ഈ പവർ എങ്ങനെയാണ് അതറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസത്തെ കുറിച്ചിട്ടാണ് ഫൂക്കോ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഫ്രീഡത്തിൽ നിന്ന് കിട്ടുന്ന വേറൊരു, നമ്മൾ എക്സ്ട്രീം ലിബറലായി കഴിയുമ്പോൾ ആ ലിബറേഷൻ്റെ ഒരു വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഫ്രീഡമാണ്. പക്ഷേ ആ ഫ്രീഡത്തിനകത്ത് ഒരാൾ
അവനവനെ അല്ലെങ്കിൽ അവളവളെ അവരവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓട്ടോ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു കോൺസിക്വൻസാണ് അതറിനെ സെൽഫിലേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ ആ സെൽഫ്, നമ്മൾ ഈ സെൽഫ് റെഫറൻസിങ് ഇങ്ങനെ കൂടി വരുമ്പോൾ അതിന് സംഭവിക്കുന്ന ഒരു കോൺസിക്വൻസാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ്റെ യഥാർത്ഥ അർത്ഥം, നമ്മളൊരു മണ്ണിൽ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കാല് അതിലേക്ക് പതിഞ്ഞു പോകുന്നതിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അമർന്നു പോകുന്നതിനാണ്. നമ്മളിലേക്ക് ചുരുങ്ങി ഒരാൾ സ്വയം അമർന്നു പോകുന്ന അവസ്ഥയാണ് ഡിപ്രഷൻ. എന്നിട്ട് പറയുന്നത് ഈ ഇറോട്ടിക്കിന് മാത്രമാണ് ഡിപ്രഷനിൽ നിന്ന് മനുഷ്യനെ മാറ്റാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇറോട്ടിക്കിന് അദ്ദേഹം പറയുന്നത് യു എക്സ്റ്റെൻഡ് യുവർ സെൽഫ് ടു ദി അതർ, ദെൻ ഓൺലി ക്യാൻ യു ഫ്രീ ഫ്രം ഡിപ്രഷൻ ആൻഡ് ബേൺ ഔട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ചാപ്റ്റർ, ബെയർ ലൈഫ് എന്ന് പറയുന്നതും രണ്ടാമത്തെ ചാപ്റ്റർ പോർണോഗ്രാഫി എന്ന് പറയുന്ന 2 ചാപ്റ്ററുകളുണ്ട്. ഈ ഇറോട്ടിക്കിനെ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പോർണോഗ്രാഫിയുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ്. പക്ഷേ ഇതിൽ ഇദ്ദേഹം പറയുന്നത് ബെയർ ലൈഫ് എന്ന് പറയുന്നത്, ബെയർ ലൈഫ് എന്ന് പറയുന്നത് വെറും ഒരു ജീവിതത്തിനെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ബെയർ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ലൈഫ് ഇറോട്ടിക് സാധ്യമാക്കുന്നത് ഡെത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഡെത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന കമ്മിറ്റ്മെൻറ്റാണ്. മരണം ഇല്ലെങ്കിൽ ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ഈ പ്രണയ സിനിമകളും പോയട്രിയിലും ഒക്കെ വരുന്നത് ഒരു മരണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ കഥയിലുള്ള പ്രണയമല്ല, സൂഫി പ്രണയമല്ല. കാരണം അത് മരണത്തെ അതിവർത്തിക്കുന്ന ഒരു പ്രണയമാണ്, അല്ലെങ്കിൽ മരണത്തിനെയും ട്രാൻസെൻഡ് ചെയ്തു പോകുന്ന ഒരു മിസ്റ്റിക്കൽ അനുഭവമാണ്. പക്ഷേ ഭൂമിയിലെ ഇറോട്ടിക് ലവിൻ്റെ ഒരു പ്രത്യേകത അതിനെ സാധ്യമാക്കുന്നത് മരിക്കുമെന്നുള്ള തോന്നലാണ്. ആ മരിക്കുന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതും കുട്ടികളുണ്ടാക്കുന്നതും പിന്നെ അങ്ങനെ പോകുന്നതും. പക്ഷേ ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത, അത് നീഷേനെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, വി ഓണേഴ്സ് ഹെൽത്താണ്, ഡെത്തിനെ അല്ല ഹെൽത്തിനെ. നമ്മൾ ഈ ഡെത്തിന് എതിരായിട്ട് നമ്മൾ ഹെൽത്തിനെ കുറേ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈഫിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അതേസമയം ഇത് കൊണ്ടുവരുന്ന ലൈഫ് എന്ന് പറയുന്നത്, നമ്മൾ ഡെത്തിന് പകരം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത് വളരെ ബെയർ ലൈഫാണ്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളുടെ ഒരു മാസം ഇങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനൊക്കെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്, ഏതൊക്കെ വാല്യൂസിനോടാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരർത്ഥത്തിൽ സ്ലേവ് ആയി മാറിയത് എന്തിനാണ്. ഒന്നുകിൽ യു ക്യാൻ ബി സ്ലേവ് ടു യുവർ ദ സബ്ജക്റ്റ് ഓഫ് യുവർ ലവ്, ഓർ യു ക്യാൻ ബി സ്ലേവ് ടു യുവർ ഇൻകം ടാക്സ്, യുവർ സാലറി, യുവർ ജോബ് ആൻഡ് അതർ വാല്യൂസ്. ഇതാണ് ബെയർ ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആകെ മൊത്തം അരിച്ചെടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ കിട്ടുന്നത് ഏതാനും സബ്സ്റ്റൻസുകൾ മാത്രമാണ്. നമുക്ക് സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു വളരെ ഉന്മാദത്തോടെ സ്വയം മറന്ന് ലയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപരനില്ല, അതറില്ല. കാരണം സെൽഫിലേക്ക് ഉൾവലിയും തോറും നമ്മളുടെ ലൈഫ് കൂടുതൽ ആ ബെയർനെസ് നമുക്ക് ഫീൽ ചെയ്യും, അതിൻ്റെ ഒരു മരുഭൂമിയുടെ അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ബെയർ ലൈഫാണ് ഈ ഇറോട്ടിക്കിനെ അസാധ്യമാക്കുന്നത്. പക്ഷേ ബെയർ ലൈഫ് വേറൊരർത്ഥത്തിൽ സെക്ഷുവാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇദ്ദേഹം പറയുന്നത്
ഈ ഇറോട്ടിക് ലവിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷുവാലിറ്റി ഒരു എലമെൻ്റാണ് അതിനകത്ത്. പക്ഷേ സെക്സ്വാലിറ്റി ഒരു എൻഡല്ല, ടെലിയോളജി അല്ല. ഇറോട്ടിക് ലവിൻ്റെ അന്ത്യമല്ല, അവസാനമല്ല സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. മറിച്ച് അതിൻ്റെ കൂടെ വരുന്ന ഒരു എന്താണ്, വളരെ നൈസർഗികമായി അതിൻ്റെ കൂടെ പോകുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അതിനെ വെറും ഒരു വസ്തുവായിട്ട്, ഒബ്ജക്റ്റായിട്ട് കാണുന്നു. ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് വരുന്നു. എന്നിട്ട് അദ്ദേഹം ഇതിൽ അഗംബൻ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ന്യൂഡിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിനെല്ലാം ഇതിൽ വളരെയധികം ശക്തമായി വിമർശിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ സെക്ഷുവാലിറ്റീനെ പ്രൊഫേനേഷനാക്കി. ഇപ്പോൾ അഗംബൻ്റെ ഒരു വലിയ പഠനം എന്ന് പറയുന്നത് ഇറ്റാലിയൻ ന്യൂ വേവിലുള്ള ഫിലിം മേക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് അവർ സെക്ഷുവാലിറ്റീനെയും ന്യൂഡിറ്റീനെയൊക്കെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ പവർ വർക്ക് ചെയ്യുന്നത്, ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്, മോഡേൺ സ്റ്റേറ്റിൻ്റെ സെക്ഷൽ കൺട്രോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അഗംബൻ പരിശോധിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ബ്യൂൻചുൾ ഹാൻ പറയുന്നത് അഗംബൻ്റെ അനാലിസിസ് ഓക്കെ ആണെങ്കിലും അതിൽ അദ്ദേഹം പറയുന്നത് സെക്ഷുവാലിറ്റീനെ അതിൻ്റെ ഒരു റിച്വൽ എലമെൻ്റ് അദ്ദേഹം കാണാതെ ഇരിക്കുന്നുണ്ട്. മീൻസ് ഇറോട്ടിക് ലവിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, അതിനൊരു റിച്വൽ ഉണ്ട്. ആ റിച്വൽ പല സൊസൈറ്റിയിലും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനെ പ്രൊഫേനാക്കുന്നു. അതിൻ്റെ ഒരു കോൺസിക്വൻസാണ് പോർണോഗ്രാഫി. അതിനെ ഈ ഇറോട്ടിക് ലവിൻ്റെ ടെലിയോളജി മൊത്തം സെക്സിലേക്ക് മാറ്റുകയും ആ സെക്സിനെ വസ്തുവൽക്കരിക്കുകയും അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയും, എന്നിട്ട് ഇതിനെ അദ്ദേഹം പറയുന്നത് പോർണോഗ്രാഫി ഈസ് ദ ഡിസ്പ്ലേ ഓഫ് ബെയർ ലൈഫ് എന്നാണ്. നമ്മൾ ബെയർ ലൈഫായിട്ട് ഇപ്പം എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെ സെക്ഷുവാലിറ്റിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അതിനെ പ്രതിഫലിപ്പിക്കുക. അങ്ങനെ മൊത്തത്തിൽ ഇറോട്ടിക് അനുഭവം മൊത്തം കേവലമായ ഒരു ലൈംഗികത മാത്രമാക്കിയിട്ട് അതിനെ ചുരുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഈ പുസ്തകം അതിൻ്റെ നമ്മൾ ശരിക്കും വായിക്കേണ്ടത് സൂഫി നറേറ്റീവ്സ് ഓഫ് ഇൻറ്റിമസി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കൂടെയാണ്. അതിൽ ഇബ്നു അറബിയൻ മെറ്റാഫിസിക്സിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിലും വരുന്നതായിട്ട് കാണാം. ഇബ്നു അറബി ചർച്ച ചെയ്യുന്ന ഒരു 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഖബിളും ബസ്തും. ഖബിൾ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നർത്ഥം, ബസ്ത് എന്ന് പറഞ്ഞാൽ വികസിക്കുക എന്നർത്ഥം, കോൺട്രാക്റ്റ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. അതിൽ അള്ളാഹുവിനോടുള്ള ഒരു ദാസൻ്റെ പ്രണയത്തിന് ഈ 2 അവസ്ഥകൾ വരും. അത് മാറി മാറി വരും. ആ ഖബിലിൽ വരുമ്പോൾ നമുക്കൊരു സെപ്പറേഷനെ കുറിച്ചിട്ടൊരു ഫീലിംഗ് വരും. അവിടെ ജലാൽ എന്ന് പറയുന്നൊരു വിശേഷണമാണ് ഉണ്ടാവുക. ജലാൽ മീൻസ് നമുക്ക് അള്ളാഹുവിൻ്റെ ജലാലിയത്ത്, അതായത് ആ നൂറിൻ്റെ പ്രഭ അതെന്താണെന്ന് അറിയാം. പക്ഷെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അത് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഡ്രം എന്ന് പറയുന്ന എവരിഡേ ലൈഫിൻ്റെ ഇടയിൽ നമ്മൾ സ്പർശിക്കാതെ പോകുന്നതാണ് ഈ ജലാൽ എന്ന് പറയുന്ന സാധനം. അതൊരു പക്ഷേ നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വളരെ വെയിലത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പട്ടീനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണുമ്പോഴോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫീലിംഗ് കിട്ടും. അത് മെലൻകളിക്കാണ്. മീൻസ് നമ്മൾ ആ സെപ്പറേഷനിൽ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് മെലൻകളിക്കാണ്. ഒരു വിഷാദാത്മകത അതിൽ വരും. അതാണ് ഈ ജലാലിയത്ത്. കബിൾ എന്ന് പറഞ്ഞാൽ ചുരുങ്ങും. അപ്പോൾ നമ്മുടെ മനസ്സ് ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. ആ ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു വിഷാദത്തിൽ പൊതിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അത് നമ്മുടെ മനസ്സിന് വിട്ടുപോകില്ല. പിന്നെ ബസ്താണ് വരുന്നത്. ബസ്ത് എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ മാറി നമ്മളൊരു ഒരു സൂഫി ഡാൻസിലോ ദിക്റിലോ അല്ലെങ്കിൽ ഒരു ട്രാൻസിലോ ഒക്കെ മുഴുകുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന്
ആ ജലാലിയത്ത് മാറി ജമാലിയത്തിലേക്ക് വരും. ആ ബസ്തിൽ വരുന്നത് സൗന്ദര്യമാണ്, അതിൻ്റെ ആ ബ്യൂട്ടിയുടെ പൂർണ്ണതയാണ്. അതായത് ഇറോസ് പെട്ടെന്ന് സൈക്കിനെ കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഫീലിങ്ങിലേക്ക് വരും. അത് പക്ഷേ ഏറെക്കാലം നിന്നുകൊള്ളണമെന്നില്ല. പെട്ടെന്ന് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറോസ് ആൻഡ് സൈക്കിയുടെ കഥയിൽ പറഞ്ഞ പോലെ ലൈഫിൻ്റെ പല ട്രിബുലേഷൻസിൻ്റെ ഇടയിൽ വേർപാട് കൂടിച്ചേരൽ, ഈ ഒരു നാടകം പല തരത്തിൽ റിപ്പീറ്റഡായി ഒരു സർക്കുലറായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നു അറബി പറയുന്നു, അള്ളാഹുവിൻ്റെ ക്രിയേഷൻ യഥാർത്ഥത്തിൽ പൂർണ്ണത അതിൽ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് നിക്കാഹിലാണെന്നാണ്. അതിൻ്റെ നിക്കാഹിലാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഫുസൂസുൽ ഹിക്കമിലും വരുന്നുണ്ട്, അതുപോലെ ഫുത്തുഹാത്തുൽ മക്കിയയിലും വരുന്നുണ്ട്. അതിൽ ഈ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന തീമിനെ കുറിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഇവർ സാദിയ ഷെയ്ഖ് സൂഫി നരേറ്റീവ്സ് ഓഫ് ഇൻറ്റിമസിയിൽ അത് വരച്ച് ചേർത്തിട്ടുണ്ട്. അതായത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഇൻ്റർ ടെക്സ്ച്വൽ റെഫറൻസാണ്. ഒരു പുസ്തകവും ആ പുസ്തകത്തിൽ പൂർണ്ണമല്ല, പല പുസ്തകങ്ങളിൽ പൂരിപ്പിക്കുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആ സൂഫി നരേറ്റീവ്സ് ഓഫ് ഇൻറ്റിമസിയിൽ അതിനെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ഒരു രണ്ട് അനുരാഗികൾ കൂടിച്ചേരുന്ന സമയം മീൻസ് അപ്പോൾ ഒരു ലജ്ജ, അതിൽ ഇതിൻ്റെ ഒരു സെക്ഷൽ ആക്ടിനെ കുറിച്ച് മെറ്റാഫിസിക്കൽ ഡൈമെൻഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു ലജ്ജയിൽ നിന്നും ബസ്തിലേക്ക് പോകുന്ന ഒരിതിലാണ്. അതിൽ സെക്ഷൽ ഓർഗൻസിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ മിസ്റ്റിക്കലായിട്ടാണ് അതിൻ്റെ നരേറ്റീവ്സ് പോകുന്നത്. കബിളിൽ നിന്നും ബസ്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് അതിനകത്തുള്ളത്. ശരിക്കും നമ്മൾ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചിട്ട് പലപ്പോഴും ആലോചിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കബിള് തരുകയും മീൻസ് വിത്ത് ദ സെൻസ് ഓഫ് ഗോഡ്സ് ലൈറ്റ്, എവർലാസ്റ്റിംഗ് ലൈറ്റ് ഇൻ അവർ മൈൻഡ്, നമുക്ക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ അത് സ്പർശിക്കാൻ കഴിയാത്ത ആ ഫീലിംഗ്, ആ നിരാശ, അതെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും സെൽഫ് അബ്സോർപ്ഷനിൽ, ഓട്ടോ എക്സ്പ്ലോയിറ്റേഷനിൽ, ബെയർ ലൈഫിൽ നമ്മളത് മറന്നു പോവുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ ശരിക്കും ഇറോട്ടിക്കിനെ വീണ്ടെടുക്കുക, ഇറോട്ടിക്കിൻ്റെ ട്രൂ സെൻസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നൊരു സാധനം. അവസാനമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പോയിൻ്റ്, ഒരു ചാപ്റ്റർ എൻഡ് ഓഫ് തിയറീസ് എന്നാണ്. എൻഡ് ഓഫ് തിയറീസ്. അതിൽ അദ്ദേഹം ഒരു ക്രിസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു ആൾ ഒരു പ്രഡിക്ഷൻ നടത്തി, ഇനി തിയറീസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തിയറീസിൻ്റെ കാലം കഴിഞ്ഞു, എൻഡ് ആയി കഴിഞ്ഞു. കാരണം അദ്ദേഹം പറയുന്ന ഒരു പോയിൻ്റ്, ഗൂഗിൾ സയൻസാണ് ഇനി വരാൻ പോകുന്നത്. ഗൂഗിൾ സയൻസ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കുറേയും കൂടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് അതിൻ്റെ കുറേയും കൂടി പാരമ്യതയിലെത്തിക്കുകയാണ്. നമുക്ക് ഒരു ഡേറ്റ ഡ്രിവൺ സൊസൈറ്റിയാണ്, ധാരാളം ഡേറ്റകളുണ്ട്. അപ്പോൾ ഈ ഡേറ്റ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുള്ളത് ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്ത മെഷീൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക, കൺസ്യൂം ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഇനി തിയറൈസ് ചെയ്യേണ്ട കാര്യമില്ല, തിയറിയുടെ കാലം കഴിഞ്ഞു എന്നാണ് ക്രിസ് ആൻഡേഴ്സൺ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം അതിനെ തിരുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, എൻഡ് ഓഫ് തിയറീസ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഗൂഗിൾ സയൻസിനാകെ ചെയ്യാൻ കഴിയുന്നത്, മെഷീൻസിനാകെ ചെയ്യാൻ കഴിയുന്നത് ഡേറ്റ കാൽക്കുലേഷനാണ്. ഇപ്പോൾ നമ്മൾ ചാറ്റ് GPT-യുടെ അടുത്ത് എന്തെങ്കിലും സീരിയസ് ആയൊരു കാര്യം ചോദിക്കുമ്പോൾ അതിൽ പറയും തിങ്കിങ് എന്ന് പറയും. പക്ഷേ ആക്ച്വലി അത് തിങ്ക് ചെയ്യല്ല ചെയ്യുക, അത് കുറേ അൽഗോരിതംസിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേറൊരു ഡേറ്റ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഡേറ്റയായിട്ട് മിസ്റ്റേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു തിയറികൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. കാരണം ഇറോട്ടിക്കിന് എപ്പോഴും സാധ്യതകളുള്ളതുകൊണ്ട്
നമ്മൾ എപ്പോഴും തിയറൈസ് ചെയ്തു. ഈ തിയറി എന്ന് പറയുന്നത് ഒരു ആബ്സെൻസിൽ വരുന്ന ആലോചനകളാണ്. യഥാർത്ഥത്തിൽ എന്തിനാണോ പ്രണയിക്കേണ്ടത്, പ്രണയിക്കുന്നത്, അതിൻ്റെ ആബ്സെൻസ് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതയിൽ നിന്ന് വരുന്ന ചിന്തകളാണ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഡേറ്റ സയൻസിൻ്റെ ഒരു പ്രത്യേകത, അത് അഡിക്റ്റീവാണ്, ഡിറ്റക്റ്റീവാണ്. അത് നമുക്ക് അഡിക്ഷൻ തരും, അത് വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അത് ഡിറ്റക്റ്റീവാണ്, അത് നമുക്ക് കാര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കും. പക്ഷെ അതിന് രണ്ട് കാര്യങ്ങളില്ല. ഒന്ന്, അതിന് സ്റ്റോറി ടെൽ ചെയ്യാൻ കഴിയില്ല, നരേറ്റീവ് ഉണ്ടാക്കാൻ കഴിയില്ല. രണ്ട്, അത് ഹെർമന്യൂട്ടിക് അല്ല. ഹെർമന്യൂട്ടിക് എന്ന് പറഞ്ഞാൽ, ഹെർമസ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളിലൂടെ അല്ലാതെ ഉള്ളറിവുകളിലൂടെ അർത്ഥം കണ്ടെത്തുന്ന ഒരു സംഭവം. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കാണ് ഹെർമാന്യൂട്ടിക്കിൻ്റെ ബേസിസ് ആക്കിയത്. ഹെർമസ് എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ ഒരു ദേവനാണ്. ആ ദേവനാണ് അക്ഷരങ്ങളിലൂടെ അല്ലാതെ ഉള്ളറിവ് കൊണ്ട് കാര്യം കണ്ടെത്തുന്നത്. പ്ലാറ്റോ ഹെർമസിനെ കുറിച്ച് പറഞ്ഞത്, യു കനോട്ട് ലേൺ ഫ്രം ബുക്സ്, യു ലേൺ ഫ്രം യു ലേൺ ഫ്രം വെയ്ക്കിംഗ് അപ്പ്. ഉണർന്നിരിക്കുന്നതിൽ നിന്നാണ് പഠിക്കുന്നത്. അതാണ് ഹെർമെന്യൂട്ടിക്സ്. അതായത് നമ്മൾ ഈ സെപ്പറേഷൻ സൃഷ്ടിക്കുന്ന ശൂന്യതയിൽ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഹെർമെന്യൂട്ടിക്സ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ, നാരേറ്റീവ്സ്, ഇതിൻ്റെ കാലം ഒരു കാലത്തും കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആ ഒരു നരേറ്റീവ്സ് വീണ്ടെടുത്തുകൊണ്ട് ഹെർമെന്യൂട്ടിക്സിലൂടെ നമ്മൾ ആദ്യം പറഞ്ഞ കഥയിൽ സെൽഫ് അതർ, ആ സെൽഫ് അതർ എന്ന് പറഞ്ഞാൽ അതറിനെ സെൽഫിലാക്കിയിട്ട് ഒരു നാർസിസിസത്തിലേക്ക് പോകാമെന്നുള്ളതല്ല, മറിച്ച് അതറിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക, അറ്റോപ്പിയ മനസ്സിലാക്കുക, എന്നിട്ട് സെൽഫിനെയും അതറിനെയും ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു വിശുദ്ധ പ്രണയത്തിൻ്റെ, പ്ലാറ്റോണിക് ലവിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിച്ചേരുക. ഇതാണ് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. സോ ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതിൽ ഫിലോസഫി ഉണ്ട്, സെൻ ബുദ്ധിസം ഉണ്ട്, നമ്മൾ സിനിമയുണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. ഇങ്ങനെ പല ടെക്സ്റ്റുകളും വന്നിട്ടുള്ള ഒരു ഓർക്കസ്ട്രയാണ് ഈ പുസ്തകം. ഇത്രയാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക.